ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞാൻ എല്ലാ ഞായറാഴ്ചയും അപ്ലോഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ആഴ്ചയിൽ തന്നെ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിക്കാണ് എൻ്റെ എല്ലാ വീഡിയോയുടെ അപ്ലോഡ് ഉണ്ടാവുക. അപ്പോൾ ബേക്കിംഗ് ക്ലാസ്സിനും ആ ഒരു സെയിം ടൈമിൽ തന്നെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കറിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. വാനില കേക്ക് ആയാലും അതുപോലെ ചോക്ലേറ്റ് കേക്ക് ആയാലും കുക്കറിൽ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഒട്ടും ഫ്ലോപ്പ് ആവില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾ കുക്കറിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബേക്കിംഗ് മോൾഡൊന്നും ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ കുക്കർ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുക്കറിൽ നമുക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുക്കർ എടുക്കുക. ഇതുപോലത്തെ അടപ്പുള്ള കുക്കർ എടുക്കുക കേട്ടോ. പിന്നെ വേറെ രീതിയിലുള്ള കുക്കർ ഉണ്ടല്ലോ, പഴയ മോഡൽ, ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ഒരു തലഭാഗം ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ്. അതാകുമ്പോൾ കേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കുറച്ച് പാടുപെടും. അപ്പോൾ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, കൂടി പോവേണ്ട. ഓയിൽ നമ്മൾ ഗ്രീസ് ചെയ്യുന്ന സമയത്ത് കൂടി പോയാൽ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരും. അപ്പോൾ വളരെ കുറച്ച് മാത്രം, അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രം കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മൾ ശരിക്കും നല്ലോണം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതലൊന്നും ചെയ്ത് കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഈ ഒരു കുക്കറിൻ്റെ അടിഭാഗത്തിന് കണക്കാക്കിയിട്ട് ബട്ടർ പേപ്പർ മുറിച്ചെടുത്തിട്ട് അത് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അതൊന്ന് ശരിക്കും അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഒക്കെ തന്നെയാണ് നല്ലതുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി അതിലൊന്ന് തൂവിയിട്ട് ഒന്ന് എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് തട്ടി കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് അതിൻ്റെ ആ വെയിറ്റ് ഊരി മാറ്റണം കേട്ടോ. ആ ഒരു പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റണം. വെയിറ്റ് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ബേക്ക് ചെയ്തെടുക്കരുത്. ഇനി ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. ഞാൻ ഇവിടെ 1 kg കേക്കിനുള്ള ബേസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൈദയാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 kgക്ക് ഇവിടെ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് കറക്റ്റായിട്ട് അതിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. നല്ല മേലേക്ക് നിൽക്കുന്ന രീതിയിൽ തന്നെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒരു 1/2 കപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്കെയിലോ അല്ലെങ്കിൽ സ്പൂണിൻ്റെ തലയോ വെച്ചിട്ട് കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുത്തി നിറച്ചിട്ട് അത് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് അതിലേക്ക് വീണ്ടും മൈദ കുത്തി നിറച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. കറക്റ്റ് ആ ഒരു 1/2 കപ്പിന് തന്നെ എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് കൊക്കോ പൗഡറാണ്. അപ്പോൾ നല്ല ഡാർക്കുള്ള കൊക്കോ പൗഡർ എടുക്കാൻ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് കിട്ടും. അപ്പോൾ അതും ഇതുപോലെ തന്നെ അതിൽ കുമിഞ്ഞിട്ടായിട്ട് എടുക്കുക. എന്നിട്ട് ഇതുപോലെ വടിച്ച് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എല്ലാം കറക്റ്റ് മെഷർമെൻറ്റിലായെങ്കിൽ മാത്രമേ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് 1/4 കപ്പാണ്. അപ്പോൾ 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് കോൺഫ്ലവർ ആണ്. ഈ കോൺഫ്ലവർ ചേർത്താൽ നമ്മുടെ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ കുക്കിംഗ് ടൈം കുറയും, അതുപോലെ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ 1/4 കപ്പ് കോൺഫ്ലവറിന് പകരം ഞാൻ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പൂണിൽ ചെയ്തെടുക്കുന്നത്. അപ്പം 4 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നതാണ് ഒരു 1/4 കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പില്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 1/4 കപ്പാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ, ടേബിൾ സ്പൂൺ അളവ് ഉണ്ടെങ്കിൽ 4 ടേബിൾ സ്പൂൺ എടുത്താൽ 1/4 കപ്പിൻ്റെ അളവ് നമുക്ക് കിട്ടും കേട്ടോ. ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട്. അത് ഈ ഒരു സമയത്ത് ഞാൻ മറന്നുപോയതാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. അതുപോലെ ബേക്കിംഗ് സോഡ ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. അത് ചേർക്കാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഞാൻ ഈ എഗ്ഗ്ലെസ് ആയിട്ടുള്ള കേക്കിലേക്ക് മാത്രമേ ബേക്കിംഗ് സോഡ ചേർക്കാറുള്ളൂ. അപ്പോൾ ഇതിലേക്ക് അത് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 നുള്ളു ബേക്കിംഗ് സോഡ കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊരു 3 തവണ അരിച്ചെടുത്താലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ബേക്കായി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും മറ്റൊരു ബൗൾ എടുത്തിട്ട് ഇതൊന്നും കൂടെ ഇട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അങ്ങനെ 3 തവണ അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല എക്സ്പേർട്ട് ആയതിനു ശേഷം ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് ഒറ്റ തവണ അരിച്ചെടുത്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാവും.
അപ്പോൾ ഞാനിത് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇത് അരിച്ചെടുത്തതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത പറ്റിയ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. തുടക്കക്കാർ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണല്ലോ. അപ്പോൾ ബിഗിനേഴ്സ് ആവുന്ന സമയത്ത് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ 3 തവണ അരിച്ചെടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്നാലേ പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ. കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം നമുക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ട്. എല്ലാം വിശദീകരിച്ച് പറയുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വീണ്ടും പറയാണ്. എന്നാലും നമ്മൾ ഇതിൽ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 4 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. 1 kg ബേസ് ആണല്ലോ. അപ്പോൾ 4 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ ആ 4 മുട്ട നമുക്കൊരു ഇതിലേക്ക്, അതുപോലെ മുട്ട കഴുകിയിട്ട് ആ വെള്ളം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. ആ മുട്ടയുമേൽ ഒന്നും ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഒരു തുള്ളി നമ്മുടെ കേക്കിൻ്റെ ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസിൽ വന്നാൽ തന്നെ കേക്കിൻ്റെ ആ ഒരു മുട്ടയുടെ ആ ഫ്ലഫിനെസ് നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതിലേക്ക് ആ 4 മുട്ടയെ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 4 മുട്ടയും അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ ആ മുട്ടയുടെ സ്മെല്ല് കിട്ടില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് പൊടിക്കാത്തത് എടുത്തത്. അപ്പോൾ നിങ്ങളത് വലിയ തരിയുള്ള പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് തന്നെ എടുക്കൽ മസ്റ്റാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിയിൽ ആ പഞ്ചസാര തരി ഉണ്ടാവും, അലിഞ്ഞു പോവാതെ. അപ്പോൾ ചെറിയ തരിയാണെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. 1/2 കപ്പ് എടുക്കുക. പിന്നെ ഇതിന് പഞ്ചസാര എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയാണ് 1 കിലോ കേക്കിന് നമുക്ക് പഞ്ചസാര എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ 1 kg അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പിലും കൂടുതൽ പൊടിക്കാത്തത് കേട്ടോ പറയുന്നത്. 1/4 കപ്പ് കൂടുതലും പൊടിക്കാത്ത പഞ്ചസാര എടുക്കരുത്. 1/4 കപ്പൊക്കെ പഞ്ചസാര നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പൊടിച്ചതാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്ന രീതിയിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ 1/4 കപ്പിലും കൂടുതൽ 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെയാണ് മാക്സിമം. അതിലും കൂടുതൽ പഞ്ചസാര എടുത്താൽ നമ്മുടെ കേക്കിന് ഒരു ഒട്ടലൊക്കെ വരും കേട്ടോ. അപ്പോൾ ആ പഞ്ചസാര നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ ഇടയിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇത് ജസ്റ്റ് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ ബീറ്ററിൽ ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അതും ശ്രദ്ധിക്കണം. എല്ലാം ഡ്രൈ ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഈ പഞ്ചസാര ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ കുറച്ച് സമയം 5-6 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴേക്ക് പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായതിന് ശേഷം മാത്രമേ നമുക്ക് എന്താ പറയുക, ബീറ്റിങ് നിർത്താൻ പാടുള്ളൂ കേട്ടോ. കറക്റ്റായിട്ട് പഞ്ചസാര മുഴുവൻ മെൽറ്റായെന്ന് ഉറപ്പ് വരിക. മെൽറ്റായത് നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പഞ്ചസാര തരി അടിയിലുണ്ടെങ്കിൽ അത് വേറെ സൗണ്ടായിരിക്കും. അപ്പോൾ അത് പോകുന്ന വരെ തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു യെല്ലോ കളറിൽ നിന്ന് മാറിയിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് മാറുന്ന വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരികയും ചെയ്യും. നമ്മൾ ഇതിൻ്റെ സൈസ് ഡബിളായിട്ട് പൊങ്ങി വരികയും ചെയ്യും. ആ ഒരു സമയമാകുമ്പോൾ ബീറ്റ് ചെയ്യുന്നത് നിർത്തിയാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്ന് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവുമ്പോഴാണ് നമുക്ക് ബീറ്റ് ചെയ്യേണ്ടത് നിർത്തേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. ഓയിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് തണുത്ത റൂം ടെമ്പറേച്ചറിലായിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അപ്പോൾ ആ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലിന് പകരമായിട്ടാണ് ഞാൻ പറഞ്ഞത് 1/4 കപ്പ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർക്കാൻ. അതായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കൂടുതൽ നേരം ഇനി ബീറ്റ് ചെയ്തെടുക്കരുത്. ഇനി കൂടുതൽ ബീറ്റ് ചെയ്താൽ നമ്മുടെ ബാറ്ററി ലൂസായി പോകും, കറക്റ്റായിട്ട് കിട്ടില്ല. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ബീറ്റർ കൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ബിഗിനേഴ്സിനൊക്കെ ആവുമ്പോൾ നമ്മൾ ബീറ്റർ കൊണ്ട് മൈദ മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവർ ബീറ്റ് ആയാൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്ററിൻ്റെ ആവശ്യം ഇനിയില്ല. നമുക്ക് ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റർ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, കുറേശ്ശെ വേണം ചേർത്തുക. ഒരു 3-4 പ്രാവശ്യമോ 3-4 പ്രാവശ്യമായിട്ട് വേണം ചേർക്കാൻ. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. കട്ട്
കട്ട് ഫോൾഡ് അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യുക ഫോൾഡ് ചെയ്യുക ആ രീതിയിൽ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ സ്പീഡ് കൂട്ടിയിട്ട് ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയും ചെയ്യരുത്. ഇതുപോലെ സാവധാനം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടാതെ തന്നെ ചെയ്യണത്. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് ഒന്നിങ്ങനെ ജസ്റ്റ് മിക്സ് ആകുമ്പോൾ നമുക്ക് അടുത്ത വേച്ചും ഇതുപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ മിക്സ് ചെയ്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മിക്സിങ്ങിന് തന്നെ പറയുന്ന പേരാണ് കട്ട് ആൻഡ് ഫോൾഡ് എന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ 3-4 പ്രാവശ്യമായിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ കാണുന്നുണ്ടാവില്ലേ നിങ്ങൾ, പക്ഷേ അത് ഞാൻ വീഡിയോ ഒന്ന് സ്പീഡ് കൂട്ടിയതാട്ടോ, കുറച്ചും കൂടെ ഒന്ന് എല്ലാം കൂടെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അത് മുഴുവനായിട്ട് മിക്സ് ചെയ്ത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പാൻ ഏതിലാണോ ഏത് മോൾഡിലാണോ ചെയ്യുന്നത് അത് ആദ്യം തന്നെ ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ലിറ്ററിൻ്റെ കുക്കറാണ്. നല്ല ഹൈറ്റ് കിട്ടും കേട്ടോ, വീതി ഇല്ലാത്തതുകൊണ്ട് നല്ല ഹൈറ്റിലുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. ഒരു പാൻ നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതൊരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം വേണം ഈ ഒരു കുക്കർ അതിന്മേൽ വെച്ച് കൊടുക്കാൻ. നമ്മൾ നേരിട്ട് ഇത് സ്റ്റൗവിൽ വെക്കുന്നില്ല, ഒരു പഴയൊരു പാനിൻ്റെ മുകളിലായിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്ക്യൂർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ സ്ക്യൂർ ഇല്ലാന്നുള്ളൊരു പപ്പട പോലെ ആയാലും മതി, ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുള്ളിൽ എയർ ബബിൾസൊക്കെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ വിസിലില്ലാതെ ഇത് അടച്ചു വെക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട, അത് നേരെ അങ്ങ് അടച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു പഴയൊരു പാനോ എന്തെങ്കിലും ഒന്ന് ചൂടാക്കി ഇടുക. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ച പഴയൊരു പാനാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യത്തെ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ആ പാനും വന്ന് ചൂട് ആ കുക്കറിലേക്ക് എത്തുന്ന വരെ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ഇടുക. പിന്നെ അത് മീഡിയം ടു ലോ ഫ്ലെയിം, ലോയുടെയും മീഡിയത്തിൻ്റെയും ഇടയിലായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അതുപോലെ പറ്റ ലോയിലും അല്ല ഇടേണ്ടത്, ലോൻ്റെയും മീഡിയത്തിൻ്റെ ഇടയിലുള്ള ഫ്ലെയിമിൽ വേണം ഇതിട്ട് കൊടുക്കാനായിട്ട്. ഫസ്റ്റ് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, പിന്നെ ലോ ടു മീഡിയത്തിൽ, അങ്ങനെ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 25 മിനിറ്റിന് ശേഷമുള്ള കേക്കാണിത്. അപ്പോൾ നന്നായിട്ട് തണുത്ത ശേഷം മാത്രം ഈ കേക്ക് നമുക്ക് കുക്കറിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ തണുപ്പ് പോയെങ്കിൽ മാത്രം കറക്റ്റായിട്ട് നമുക്ക് സൈഡിൽ നിന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുള്ള കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തണുത്ത ശേഷം മാത്രം കുക്കറിൽ നിന്ന് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാൽ പെട്ടെന്ന് നമുക്കതിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ സൈഡൊന്ന് വിടിയിപ്പിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹൈറ്റുള്ള കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മോൾഡ് ഇല്ലാത്തവരൊക്കെ ഇതുപോലെ കുക്കറിൽ ചെയ്താൽ മതി, ഒട്ടും ഫ്ലോപ്പ് ആവാതെ നമുക്ക് കിട്ടും. കണ്ടോ, അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അടിയിൽ ആ ഒരു പാൻ വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ഹൈറ്റുള്ള കേക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇതുപോലെ കോൺഫ്ലവർ ഒന്നും യൂസ് ചെയ്യാതെയാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ കോൺഫ്ലവറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് എല്ലാവരും ട്രൈ ചെയ്യുന്നു. ഇതിൻ്റെ ഐസിംഗ് ഒക്കെ പിന്നീട് ഒരു ദിവസം കാണിക്കേണ്ട കേട്ടോ. ഇത് വെച്ചിട്ട് ഞാനൊരു കേക്ക് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പിക്ക് വേണമെങ്കിൽ ഇവിടെ ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കേക്ക്, ഫോൾട്ട് ലൈൻ കേക്കാണ് ഞാൻ ഇത് വെച്ചിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാൻ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും റീപ്ലൈ തന്നിരിക്കും. പിന്നെ അതുപോലെ എന്തെങ്കിലും സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കാൻ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്